ഹലോ, ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ ഫ്രൈ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 5 പൊട്ടാറ്റോ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നമ്മളെ എരിവനുസരിച്ച് കൂട്ടാം. 4 എണ്ണം വേണമെങ്കിലും എടുക്കാം. എനിക്കത് നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ കുറച്ച് മുളക് പൊടി. അപ്പം ഞാനൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കാനാണെങ്കിൽ നമുക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, നമുക്ക് വേണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് പൊട്ടാറ്റോ ഡയറക്റ്റായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ കടുക് വറുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ശരിക്കും ഉരുളക്കിഴങ്ങ് ഞാനൊരു 1 ഇഞ്ച് വണ്ണത്തിലാണ് അരിഞ്ഞേക്കുന്നത്. തീരെ ചെറുതാണെങ്കിൽ നമ്മൾ ഇളക്കുമ്പോഴേക്കും പൊടിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മൾ പാത്രം സെലക്ട് ചെയ്യുമ്പോഴും ചുവട് കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. എനിക്കിത് അധികം അടിയിൽ പിടിക്കാത്തൊരു പാത്രമാണ്. അപ്പോൾ നമുക്ക് അടി പിടിക്കുന്ന ടൈപ്പാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിക്കേണ്ടി വരും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അടി പിടിക്കുന്ന പാത്രമാണെങ്കിൽ നമുക്ക് ഇത് ഇളക്കുന്നതിന് മുമ്പ് ഒന്ന് ഗ്യാസിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേണം ഇളക്കാൻ. അപ്പോൾ ഒരുപാട് ഇത് പൊടിഞ്ഞു പോവില്ല. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ മുളക് പൊടി. എനിക്കിത് അത്ര എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഞാൻ കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്തതാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴും ഇത് ഇളക്കി കൊടുക്കണം. അതെല്ലാ ഭാഗവും ഈവനായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അടിയിലുള്ള ഇത് മാത്രം കരിഞ്ഞു പോകും. മാത്രമല്ല അത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ തീയിൽ വേണം, അതായത് ഭയങ്കര സിമ്മിലല്ല, പക്ഷേ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കത് കുക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് അഥവാ നിങ്ങളുടെ പാത്രം അടിയിൽ പിടിക്കുകയാണെങ്കിൽ ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗ്യാസിൽ നിന്ന് ഒന്ന് എടുത്ത് മാറ്റിയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ചൂടൊന്ന് കുറയും. എന്നിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി വെച്ചാൽ മതി. അതല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും നല്ലൊരു സൈഡ് ഡിഷാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇതിനകത്തില്ല. കടുക് വറുക്കുന്ന പോലും ഓപ്ഷണലാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു 2-3 പച്ചമുളകാണ് ആക്ച്വലി ഇതിനൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ.